ശ്രീ ഗണപതയെ നമ. അവിഘ്നമസ്തു. നക്ഷത്രജാലത്തിലേക്ക് പ്രിയമുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. ഇത് തിരുവോണ നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് ബെല്ലിൻ്റെ ആയൊരു ചിത്രമുണ്ട്, അത് തൊട്ട് കഴിയുമ്പോൾ 3 കാര്യങ്ങൾ വരും. അതിൽ ഓൾ എന്നുള്ള വരുന്ന കാര്യം അത് തൊട്ട് വെച്ചാൽ ഞാനിടുന്ന വീഡിയോയൊക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. തിരുവോണ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില നല്ല മാറ്റങ്ങളും ഉയർച്ചകളും വന്നു ചേരും. പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കാലതാമസം നേരിടും. അതായത് ഈ നാളുകാർക്ക് അപ്രതീക്ഷിതമായി, പ്രതീക്ഷിക്കാതെ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരും. ഇത് പ്രാവർത്തികമാക്കാൻ ഇച്ചിരി കാലതാമസം നേരിടും. പുതിയ ആശയങ്ങൾ മനസ്സിൽ അകാരണമായൊരു ഭയമുണ്ടാകും. വിദേശയാത്ര വേണ്ടത്ര പ്രയോജനം ചെയ്യില്ല. അത് ഉടനെയുള്ള കാര്യങ്ങൾ, പിന്നീട് അത് മാറ്റങ്ങളുണ്ടാവാം. ബന്ധുക്കൾ ശത്രുക്കളാകും. സർക്കാരിൽ നിന്നും പ്രതികൂല നടപടികളുണ്ടാകും. കള്ളന്മാരുടെ ശല്യമുണ്ടാകാം. വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയാതെ വിഷമിക്കും. കർമ്മ മേഖലയിൽ അലസതയുണ്ടാകും. വരുമാനം കുറയും. ചെലവുകൾ അധികരിക്കും. ഉദ്യോഗസ്ഥർക്ക് പരീക്ഷണ കാലഘട്ടമാണ്. സഹപ്രവർത്തകരിൽ നിന്നും ദുരനുഭവങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. പ്രതീക്ഷിക്കുന്ന വിജയമുണ്ടാകാൻ സാധ്യത കുറവാണ്. വ്യാപാരികൾക്ക് കച്ചവടം നടന്നാലും പണം വന്നു ചേരാൻ കാലതാമസം നേരിടും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. ശത്രുക്കൾ, ബന്ധുക്കൾ, വ്യാധികൾ എന്നിവ ഉപദ്രവിക്കും. സ്ഥാനലാഭമുണ്ടാകും. ഉന്നത വ്യക്തികളുമായുള്ള ബന്ധം ഗുണപ്രദമാകും. ആരോഗ്യ പരിപാലനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിരുന്നാലും ഈ വർഷം പകുതിയോടുകൂടി പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ തുടങ്ങിയവരൊക്കെ അനുകൂലമായിട്ടുള്ളൊരു വിജയം കൈവരിക്കുന്നൊരു സമയമാണ്. ഈ ഒരു വർഷത്തിൻ്റെ പകുതി കഴിയുന്നതോടുകൂടി അർഹതപ്പെട്ട അംഗീകാരമൊക്കെ ലഭിക്കും. പഠിച്ച വിദ്യയോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കുവാനും 2025 പകുതിയോടുകൂടി യോഗം കാണുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇതൊക്കെയാണ് തിരുവോണ നക്ഷത്രക്കാരുടെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ആ ഒരു ദോഷങ്ങളും നമ്മളുടെ ആ ഒരു ചിത്ത സമയമൊക്കെ മാറാനായിട്ട് അടുത്തുള്ള ക്ഷേത്രത്തിൽ, അത് ശനീശ്വരൻ്റെ ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്, ഭദ്രകാളി ക്ഷേത്രമാണെങ്കിലും ഏറ്റവും നല്ലത്. ശനീശ്വരന് എള്ളുതിരിയും നെയ്വിളക്കൊക്കെ കത്തിക്കുന്നത് നല്ലതാണ്. ഭദ്രകാളി അമ്മയ്ക്ക് ചുവന്ന പട്ടും ചുവപ്പും പൂവിൻ്റെ മാലയും ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു സമയത്തിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. നല്ലൊരു സമയം വരും. പകുതിയോടുകൂടി എന്തായാലും നല്ലതുണ്ടാകും. അപ്പം നമുക്കിപ്പോൾ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുടെ ആ ഒരു തീവ്രത കുറയുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. പക്കപ്പിറന്നാളുകൾ തോറും നമ്മളെക്കൊണ്ട് കഴിയാവുന്നതായ ശക്തിയാൽ വഴിപാടുകൾ നടത്തുന്നതും ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.